മുമ്പ് ഒരു പെൺകുട്ടിക്ക് കിട്ടിയ വെളിപാടിന് മുമ്പിൽ ലോകം നിശ്ചലമായി. അതെ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് അവൾ പറഞ്ഞ നിമിഷം, ആ നിമിഷം സ്വർഗവും ഭൂമിയും ഒന്നായി തീർന്നു. പ്രിയമുള്ളവരെ, ഈ പെൺകുട്ടി തൻ്റെ ജീവിതത്തിലെ ഒരവസരത്തിലും പുറമേ നിന്നുള്ള പ്രശംസകളോ ആൾക്കൂട്ടത്തിൻ്റെ കയ്യടിയോ ആഗ്രഹിച്ചില്ല. അവളുടെ ഏക ആഗ്രഹം ആത്മീയ നിശബ്ദതയിൽ ദൈവഹിതം നിറവേറ്റുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തിൻ്റെ ജീവിതം ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതമല്ലാതെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ജീവിതമായി മാറിയത്. വിശുദ്ധ മാതാവിൻ്റെ ജീവിതം ക്രിസ്ത്യാനികളായ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സന്തോഷം പുറത്തുള്ള ബഹളങ്ങളിലോ ആഡംബര ജീവിതത്തിലോ അല്ല, കൃത്യത നമ്മുടെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിലാണെന്നാണ്. ലോകം അംഗീകാരത്തിനും പ്രശംസയ്ക്കും വേണ്ടി ഓടുമ്പോൾ മറിയം നിശബ്ദമായി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. അവളുടെ ജീവിതം ദൈവമഹത്വത്തിനുള്ളതായി തീർന്നു. അമ്മയുടെ ഈ ജനന തിരുനാളിൽ നമുക്കും അവളുടെ ജീവിതം ഒരു മാതൃകയാക്കാം. ജീവിതത്തിൻ്റെ കോലാഹലങ്ങളിൽ നിന്ന് ഒരല്പം മാറി നിന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെയും ദൈവഹിതത്തിനായി ഒരുക്കാം. എൻ്റെ 8 നോമ്പിൻ്റെ 3-ാം ദിവസം ഒരുപാട് നന്ദിയോടെ ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ മാതാവിനെ കുറിച്ച് എനിക്ക് അറിവുകൾ പകർന്നു തന്ന എല്ലാവരും. ആശംസിക്കുന്നു നല്ലൊരു ദിവസം.